ആഴിമകളുമൊരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഏറുന്നരുളും 7-2 ആയ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റോടുത്തിട്ടൊത്തരിയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകേണ മുദ്രയും മുഖരമായ പുളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചൊല്ലും. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളി മഞ്ചത്തിനു വയ്ക്ക മുത്താനം ചെയ്തിരുപക്കമുള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നെള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നിച്ചു നിന്നു. പരാവാര കൽപ്പപരിവാരത്തോടു കൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തൊന്മയോടു ചേർത്തു ഗാഢം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചു കൊണ്ടുവരെ കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. പള്ളി പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ വള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കുമാർക്കും തളിച്ചു. നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനനായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂശിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരിചന്ദനയവ കുസുമ ദീപാതി കൊണ്ടും ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി ദാനം ഭദ്രമായ താലവൃന്ദം എടുത്തു ചെമ്മേ. ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുഭദ്രനോടു കൂടി നിന്നു വീശി തുടങ്ങി. ഭക്തനാമതിഥിക്കത് ശ്രമം കളയുവാൻ വാസുഭദ്രനോടു കൂടി നിന്നു വീശി തുടങ്ങി.